തിരക്കേറിയ നടനായിരുന്നു ജഗതി ശ്രീകുമാർ. വാഹനാപകടത്തിൽ പരിക്കേറ്റ ശേഷം അഭിനയ രംഗത്തു നിന്നും മാറി നിൽക്കുകയാണ് അദ്ദേഹം. ജഗതിക്ക് പകരക്കാരനായി മറ്റൊരാൾ മലയാള സിനിമാ രംഗത്ത് പിന്നീടൊരിക്കലും വന്നിട്ടില്ല. പല തരത്തിലുള്ള കഥാപാത്രങ്ങൾ ജഗതി ചെയ്തു. സിനിമകളിൽ കാണാതായിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ജഗതിയെ പ്രേക്ഷകർ മറക്കാത്തതിന് കാരണം ഈ കഥാപാത്രങ്ങളാണ്. വ്യക്തിജീവിതത്തിലെ ജഗതി ശ്രീകുമാറിനെ കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളാണ്. ചിലർക്ക് ജഗതി ദേഷ്യക്കാരനായ സഹപ്രവർത്തകനാണ്, ചിലർക്ക് ജഗതി വളരെ നല്ല രീതിയിൽ പെരുമാറിയ സഹപ്രവർത്തകനും. ജഗതിയുടെ ദേഷ്യത്തെക്കുറിച്ച് പല അഭിനേതാക്കളും സംസാരിച്ചിട്ടുണ്ട്. ചില പൊതുവേദികളിൽ വളരെ മോശമായി ജഗതി സംസാരിച്ചിട്ടുണ്ട്. അവതാരക രഞ്ജിനി ഹരിദാസിനെ അപമാനിച്ച് സംസാരിച്ചത് വലിയ ചർച്ചയാണ്. രഞ്ജിനിയുടെ കരിയറിലെ ഏറ്റവും വിഷമകരമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഒരിക്കൽ നടി നയൻതാരയെ അപമാനിച്ചും ജഗതി ശ്രീകുമാർ സംസാരിച്ചിട്ടുണ്ട്. ഒരു കോളേജ് പരിപാടിയിൽ പങ്കെടുത്തതായിരുന്നു ജഗതി. നയൻതാരയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് കാണികളിൽ നിന്ന് ചോദ്യം വന്നു. ഒരു കേരളീയ സുന്ദരി, ഒരു പാവം പെൺകുട്ടി, ജീവിക്കാൻ വേണ്ടി സിനിമയിലേക്ക് ഇറങ്ങി. കേരളത്തിൽ വന്നാൽ സാരി ഉടുക്കും, കേരളം വിട്ടാൽ ജട്ടിയിടും എന്നാണ് ജഗതി പറഞ്ഞത്. ഈ അധിക്ഷേപ പരാമർശം കേട്ട് കാണികൾ കൈയടിച്ചു. മനസ്സിനക്കരെ എന്ന മലയാള സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് വന്നതെങ്കിലും മലയാള സിനിമാ ലോകത്ത് തന്നെ തുടരാതെ നയൻതാര പെട്ടെന്ന് തന്നെ തമിഴകത്തേക്ക് കടക്കുകയാണ് ഉണ്ടായത്. പിന്നീട് താരമായി നയൻതാര വളർന്നു. മലയാള സിനിമാ രംഗത്തെക്കുറിച്ച് ഒരിക്കൽ നയൻതാരയോട് ഒരു തമിഴ് അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ നടി മറുപടി നൽകുകയുണ്ടായി. എനിക്കിതിൽ ഡിപ്ലോമാറ്റിക് ആകാൻ താല്പര്യമില്ല. ബോംബെയിൽ നിന്ന് വരുന്ന നായികമാരാണെങ്കിൽ അവർക്ക് ബഹുമാനം നൽകും. എന്നാൽ സ്വന്തം നാട്ടിലെ കുട്ടിയാണെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കും. അതൊരു തെറ്റായല്ല പറയുന്നത്. നമ്മുടെ നാട്ടിലെ പെണ്ണല്ലേ, എന്തിന് ആർട്ടിഫിഷ്യലായി ബഹുമാനം കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ എങ്കിൽ പോലും ആർട്ടിസ്റ്റ് ആണ്, അത് അവർ ശ്രദ്ധിക്കണം എന്നാണ് നയൻതാര പറഞ്ഞത്. മലയാള സിനിമയിലേക്കാൾ ബഹുമാനം മറ്റു ഭാഷകളിൽ ലഭിക്കാറുണ്ടെന്ന് മറ്റു ചില നടിമാരും പറഞ്ഞിട്ടുണ്ട്.